മക്കളെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 19ലേക്ക് പോകാം. 30th January ഷിഫ്റ്റ് 1ന്റെ ലസൈൻസ് എക്സ്ട്രാക്ട് ഇസ് ബോയിൽഡ് വിത്ത് ഡൈല്യൂട്ട് HNO3 ബിഫോർ ടെസ്റ്റിംഗ് ഫോർ ഹാലജൻസ് ബിക്കോസ്. മക്കളെ നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട് അതിൽ ഹാലജൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് NaX വരും. NaX എന്ന് പറയുമ്പോൾ ഹാലൈഡ് അയോൺസ് ഫോം ആവും. അതിനെ നമ്മൾ AgNO3 ട്രീറ്റ് ചെയ്യും. AgNO3 ട്രീറ്റ് ചെയ്യുമ്പോൾ AgX പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ഇറ്റ് ക്യാൻ ബി AgCl, AgBr ഓർ AgI. ഓക്കെ, പക്ഷെ ഇവിടെ ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ സൾഫർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് Na2S നൈട്രജൻ ഉണ്ടെന്ന് വിചാരിക്കുക, NaCN കിട്ടും. അതായത് സൾഫൈഡ് Na2S എന്ന് വെച്ച് കഴിഞ്ഞാൽ S2 മൈനസ്, NaCN എന്ന് വെച്ച് കഴിഞ്ഞാൽ CN-. അപ്പൊ നമ്മൾ ഹാലജന്റെ ടെസ്റ്റ് നടത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? AgNO3 ട്രീറ്റ് ചെയ്യും. നമ്മൾ എന്താ വിചാരിക്കുന്നത്? AgX ഫോം ചെയ്യും. ഇപ്പൊ AgCl ആണെങ്കിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്, AgBr ആണെങ്കിൽ യെല്ലോ ആണ്, AgI ആണെങ്കിൽ യെല്ലോ ആണ് എന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ ഇവിടെ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ AgNO3യുടെ Ag+ ക്യാൻ ഓൾസോ ഫോം പ്രസിപ്പിറ്റേറ്റ് വിത്ത് S2 മൈനസ്, Ag2S പ്രസിപ്പിറ്റേറ്റ് ആവും, അല്ലെങ്കിൽ AgCN പ്രസിപ്പിറ്റേറ്റ് വരും. അങ്ങനെ പ്രസിപ്പിറ്റേറ്റ്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് ഓഫ് ഹാലജനെ അത് ഹിൻഡർ ചെയ്യും. അപ്പൊ ബേസിക്കലി എന്ത് ചെയ്യണം? നമുക്ക് എങ്ങനെയെങ്കിലും ഇവന്മാരെ ഒഴിവാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? HNO3 ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഈ HNO3 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ HNO3 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ S2 മൈനസ് H2S ആയിട്ട് പുറത്തേക്ക് പോകും, CN മൈനസ് HCN ആയിട്ട് പുറത്തേക്ക് പോകും. അങ്ങനെ അവന്മാരെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ടെയ്നറിൽ ആകെ X മൈനസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് AgNO3 ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചിട്ട് പ്രസിപ്പിറ്റേറ്റ് കിട്ടി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, സോ ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. Na2S and NaCN are decomposed by HNO3. ഓക്കെ മക്കളെ.